ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ നീതുവിൻ്റെ അമ്മയോട് ഇങ്ങനെ കയർത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നേരത്തെ അന്തസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനും അന്തസ്സുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നേ, ധാരാളം സ്വത്തും പണമൊക്കെ ഉള്ള വീട്ടിൽ നിന്നാണ് വരുന്നേ. അതൊക്കെ വിട്ടിട്ട് ഞാൻ ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവരൊക്കെ എന്നെ പൊന്നു പോലെ നോക്കുന്നതുകൊണ്ടാ. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷിനുണ്ടാവുന്ന ആ ഒരു സന്തോഷം അതൊന്ന് കാണേണ്ടത് തന്നെ കേട്ടോ. അന്നേരം ആ സന്തോഷം കൊണ്ട് നമ്മുടെ നികേഷിനോട് അറിയാം, കണ്ടോ എൻ്റെ ഭാര്യയായിരിക്കുന്നതിൽ അവൾക്ക് അഭിമാനം ഉണ്ടെന്നാ നികേഷെ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കാൻ കേട്ടോ നമ്മുടെ നികേഷ്. ആടാ, അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് പറയട്ടെ സുധീഷ്. ഞാൻ വന്ന് കയറിയപ്പോൾ മുതൽ നാട്ടുകാർ ഓരോന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ എനിക്ക് ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കേട്ടോ നമ്മുടെ നിധി. നാട്ടുകാർ പറയുന്നതൊക്കെ വെറും കഥയാ, ആകെ പറയുന്നത് അച്ഛനെ പറ്റിയുള്ള ഈ കഥയാ, അത് ഉറപ്പാണോന്നൊന്നും ആർക്കും അറിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാസ്കരനൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നിട്ട് നീതുവിന്റെ അമ്മയോട് പറയും, ഇത്രയും കാലം ജീവിച്ച അനുഭവം കൊണ്ട് പറയാം, ഈ വീട്ടിലെ ഒരു പെണ്ണിന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു വീട്ടിലും ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണിന് പറ്റത്തില്ലാന്ന്. അപ്പോഴൊക്കെ നമ്മുടെ ഭാസ്കരൻ അത് കേട്ടിട്ട് എൻ്റെ ശിവനെ എന്ന് പറയാണ്. മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മുടെ നിധിയുടെ ആ പെർഫോമൻസ് കണ്ടിട്ട്. ഞാൻ ഇവിടെ സന്തോഷത്തോടെ കഴിയുന്നേ, എന്നെ ഇവിടെ അതേപോലെ എല്ലാവരും നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നികേഷും സുധീഷും കൈയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. നീ ഇവിടെ സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്ന് വെച്ചിട്ട് എൻ്റെ മകളെ ഇങ്ങോട്ട് അയക്കണം എന്നില്ലല്ലോ എന്ന് നീതുവിൻ്റെ അമ്മ ചോദിക്കുമ്പോൾ, നിങ്ങളെ മകളെ അയക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ, അതെൻ്റെ വിഷയമല്ല, പക്ഷെ ഈ വീടിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയട്ടെ നമ്മുടെ നിധി. ഞാൻ ഇന്നിവിടെ സുധീഷിന്റെ ഭാര്യയായിട്ട് വന്നു, അന്ന് മുതൽ ഈ വീടിനെ കുറിച്ചുള്ള എല്ലാ ദോഷങ്ങളും മാറിയിട്ടുണ്ട്. അയ്യോ, അതിങ്ങ് കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ഇവിടേക്ക് കൊണ്ടുവരണ്ടെങ്കിൽ നിങ്ങളെ മകളെ പറഞ്ഞല്ലേ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളെ മകളെ ഹരീഷിന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ അവളെ പൊന്നുപോലെ നോക്കും. സുഭാഷേട്ടൻ അവളെ ഒരു നല്ല അനിയത്തിയെ പോലെ വിചാരിക്കും. നികേഷിന് അവളൊരു നല്ല ഏട്ടത്തി അമ്മയാവും. നിങ്ങളോട് കയർക്കാൻ വന്നിട്ടുള്ള സുധീഷിന് പോലും ഇത് സ്നേഹമായിരിക്കും അവളോട് എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധീഷ് അങ്ങ് കൈ അടിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് അയക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം, അത് വീട്ടിലിരുന്ന് സമാധാനമായിട്ട് ആലോചിച്ച് നോക്കണം. പകരം ഇവിടെ വന്നിട്ട് ബഹളം വെക്കല്ല വേണ്ടത്. അതേ നോക്ക്, നിങ്ങളെ ഇവിടേക്ക് കല്യാണം കഴിക്കാതിരിക്കുക ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ എൻ്റെ വീടിന്റെ മുന്നിൽ വെച്ച് പഴി പറയാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, എൻ്റെ വീടെന്ന് പറയുന്നു എന്ന്. ഇനി ഇങ്ങനെ പഴി കേട്ട് നിൽക്കുമെന്ന് വിചാരിക്കണ്ട, ഈ വീടിനെ കുറിച്ച് പറയുന്നതൊക്കെ ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം എന്ന് പറയുമ്പോൾ നമ്മുടെ നീതുവിന്റെ അമ്മ നീതുവിന്റെ അച്ഛന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാട്ടോ. ഇനി മേലിൽ ഇങ്ങനെ ഒരു സംസാരം കേട്ടാ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങി പോക്കോണം എന്ന് പറയുന്നു. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാനാന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ വേഗം നീതുവിന്റെ അമ്മയും കൊണ്ട് വേഗം ഓട്ടോയിൽ കയറി അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ സുഭാഷ് ചോദിക്കും, മോളെ എന്ന്. ഇനിയും ഇങ്ങനെ വെറുതെ മിണ്ടാതെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധി അങ്ങ് കയറിപ്പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നിധി അങ്ങ് ഉള്ളിലേക്ക് കയറിപ്പോയപ്പോ തന്നെ സുധീഷ് അവിടെ കിടന്ന് തുള്ളി ചാടുകയാണ് കേട്ടോ. എൻ്റെ ഭാര്യ പറഞ്ഞിട്ട് പോയ ഡയലോഗൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഞാൻ കെട്ടിയ താലി പൊക്കി പിടിച്ചിട്ട് അവൾ ഈ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് നിലത്ത് നിൽക്കാനേ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തുള്ളിച്ചാട്ടാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഭാസ്കരനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ശിവനെ, ഇവർ തമ്മിൽ ഒരുമിച്ച് അങ്ങ് ചേർന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ.